എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2026. ഒരു എക്സ്ട്രാ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്തായാലും 5 of Pentacles, King of Pentacles എനർജി, എംപറർ എനർജി, 10 of Cups, പിന്നെ 5 of Swords and Death എനർജിയാണ്. സ്ട്രോങ് മെസ്സേജാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് 9 of Swords എനർജി കണക്ഷൻസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെപ്പറേറ്റ് സിറ്റുവേഷൻ 5 of Pentacles and 5 of Swords എനർജി കണക്ഷൻസ് ഉണ്ട്. ഈ ഒരു എനർജി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത് കാണിക്കുന്നത് ഒന്നുകിൽ വർക്കിൽ അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും മാത്രം. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി അഥവാ നിങ്ങളുടെ കുറ്റമല്ലെങ്കിൽ പോലും ഈ കുറ്റപ്പെടുത്തൽ മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ഒരു വ്യക്തി നിങ്ങളാണെന്നുള്ളത്. നിങ്ങളെ ഭയങ്കരമായിട്ട് ഹൈലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഭയങ്കരമായിട്ട് ചില ആളുകൾ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ഉപദ്രവം അത് വീട്ടിൽ ഫാമിലി സിറ്റുവേഷനിലാണ് കാണിക്കുന്നത്. ഈ മെൻ്റൽ ടോർച്ചർ കൂടുതലായിട്ടും വർക്ക് റിലേറ്റഡ്. മെൻ്റൽ ടോർച്ചറും അതേപോലെ ശാരീരികമായിട്ടുള്ള പീഡനവും രണ്ടും കുടുംബ അന്തരീക്ഷത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് വേറെ വഴിയില്ല, ഇത് തുടർന്നു കൊണ്ട് പോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത. പ്രത്യേകിച്ച് വീട്ടമ്മമാർ അങ്ങനത്തെ ഇത് അനുഭവിക്കുന്ന സാധാരണ വീട്ടമ്മമാരുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ലൈഫിൽ പറ്റും. ഈ ഒരു ജീവിതം തുടരണമെന്ന് ഒരു നിർബന്ധമില്ല. അതിൽ നിന്ന് പുറത്ത് കടക്കാം. പക്ഷെ അതിന് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവണം. നല്ലൊരു ആത്മവിശ്വാസം വേണം. ഏതെങ്കിലും രീതിയിലൊരു നല്ല വരുമാനം തുടങ്ങി വയ്ക്കുക. അത് തരക്കേടില്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്നാവുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളൊരു ഇതിലേക്കാകാം. പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുന്നൊരു മാസമാകാം ഇത്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളൊക്കെ സ്കൂൾ കോളേജിലുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തുന്ന മാറ്റി നിർത്തുന്ന ഫ്രണ്ട്സ് മറ്റൊക്കെ ആവാം. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളെ അകറ്റി മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകൾ ആ ഒരു അന്തരീക്ഷത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസം തുടക്കത്തിൽ ആ സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വളരെ അസാമാന്യമായ ഒരു ആത്മവിശ്വാസം വരുന്നുണ്ട്. ജീവിതത്തിൽ വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടാവും നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മാറി നിങ്ങൾ പല കാര്യങ്ങളും, അതായത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകന്നു പോകുന്ന സിറ്റുവേഷനുണ്ട്. അതായത് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇമോഷണലി മാനസികമായിട്ട് തൃപ്തി തരുന്നൊരു സമയമാണ്. കാരണം ഇതിപ്പോൾ കുട്ടികളായിരിക്കും, വീട്ടിൽ സ്ത്രീകൾ തന്നെ ആയിരിക്കണം എന്നില്ല. പ്രായമായിട്ടുള്ള ചില വ്യക്തികളുണ്ടാവും, അവർക്ക് വീട്ടിൽ നിന്ന്, അതായത് ചില വ്യക്തികൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെടുത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു എനർജി നിങ്ങൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റലി ഇമോഷണലി ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ജോലി സംബന്ധിക്കുന്ന സ്ട്രെസ്സ്, ജോലിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല, മറിച്ച് ചുറ്റുമുള്ള ആളുകൾ ഉള്ള കാര്യത്തെ ഉള്ള സ്ട്രെസ്സിനെ ഒരു 10 മടങ്ങാക്കി മാറ്റുന്നു. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇതിൽ നിൽക്കുന്നു എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് മാറാൻ പറ്റില്ല. നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകില്ല, അല്ലെങ്കിൽ നിങ്ങളത് സഹിച്ച് നിൽക്കും എന്നുള്ളൊരു തോന്നൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അതിൽ നിന്ന് പുറത്ത് നിങ്ങൾ കടക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കത് ഇന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് തീരുമാനിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് എന്നത് മനസ്സിലാക്കി നിങ്ങളതിൽ നിന്ന് പുറത്തു കിടക്കുന്ന എനർജിയാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് കപ്സ് എനർജിയാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ തുടക്കം, ഈ മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു സിറ്റുവേഷൻസൊക്കെ. പക്ഷെ നിങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. പുതിയ ജോലിയിലേക്ക് കയറാനുള്ള തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സമയം നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പക്ഷെ തീരുമാനം എടുത്ത് ഒരു ജോലിക്ക് വേണമെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്താലല്ലേ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം വേണം. ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ പുറത്ത് കിടന്ന് പുതിയൊരു ജോലിയിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു മാസമാണ്. മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ പുതിയ ജോലി അപ്ലൈ ഓൾറെഡി ഈ ഒരു മാസം തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേ പുതിയ ജോലി ലഭിക്കാൻ മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ കിട്ടും. അതായത് ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൊമോഷനോ ശമ്പള വർധനമോ ഒക്കെ നിങ്ങളിപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ശമ്പള വർധനമോ പ്രൊമോഷനോ കിട്ടിയാലും നിങ്ങൾ ഇരിക്കുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല. അവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അതിന് ഇത്തിരി പൈസ കൂട്ടി കിട്ടിയോണ്ടോ പ്രൊമോഷൻ കിട്ടിയതുകൊണ്ടോ മാറ്റം വരുന്നില്ല. നിങ്ങൾ ആ ഒരു പ്രൊമോട്ടഡ് ആകുമ്പോൾ അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരുടെ സിറ്റുവേഷനും സിമിലർ തന്നെയാണ്. അത് നിങ്ങൾക്കറിയാം ഓൾറെഡി എങ്കിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് ഓക്കെ എന്നാൽ പിന്നെ ഇവിടെ തന്നെ തുടരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയാം. കാരണം വർക്ക് സിറ്റുവേഷൻ അത് ഒരിക്കലും മാറുന്നില്ല നിങ്ങളുടെ ആ കമ്പനിയിൽ. അപ്പോൾ പ്രൊമോഷൻ ലഭിച്ചാൽ നല്ല കാര്യം. പക്ഷേ എന്നാലും നിങ്ങൾ പുതിയ ജോലിയിലേക്ക് പോവുക. കാരണം ഒരു മാനസികമായിട്ടുള്ളൊരു തൃപ്തി എന്നുള്ളത്. വീട്ടിലെ അന്തരീക്ഷം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ ഇമോഷൻ മാനിപ്പുലേഷൻ ഭയങ്കരമാണ്. അതായത് നിങ്ങളെ അബ്യൂസ് ചെയ്ത്, അതായത് നിങ്ങളെ ഒന്നുമല്ലാതാക്കി, എന്ത് കാര്യം വന്നാലും നിങ്ങൾക്ക് കുറ്റം മാത്രം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നുള്ള, അതായത് നിങ്ങൾ എന്തെങ്കിലും എതിർത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇനി ഇതിൽ തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഒരു മാനിപ്പുലേറ്റീവായിട്ട് എത്ര സ്നേഹിച്ചിരുന്നു എന്നോ എന്തൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ ഇമോഷണൽ മാനിപ്പുലേഷൻ ചെയ്താലും ഈ ഒരു ലൈഫിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ അത് പുറത്ത് കടക്കുക. ഇവിടെ ഒരു ഡിവോഴ്സ് സിറ്റുവേഷൻ ഉണ്ട്. അതൊരു നെഗറ്റീവ് എനർജി അല്ല ഒരിക്കലും. നിങ്ങൾക്ക് ഒറ്റും പറ്റുന്നില്ല എങ്കിൽ ആ ലൈഫ് ഒന്ന് പുറത്ത് കിടക്കുക തന്നെ ചെയ്യാം. പുതിയൊരു ലൈഫ് നിങ്ങൾക്കൊണ്ടൊരു സെക്കൻഡ് മാരേജ് സിറ്റുവേഷൻ ഉണ്ട്. പുതിയൊരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. പിന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫിലാണോ ഉള്ളതെങ്കിൽ ഉടനെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്ന ഇതിനൊരർത്ഥമില്ല. മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അയ്യോ ഡിവോഴ്സ് ആവും എന്നുള്ള ചിന്തയല്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലുള്ള എനർജീസ് ഉള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇതാണ് സ്ട്രോങ് മെസ്സേജ്. നേരത്തെ പറഞ്ഞത് പ്രൊമോഷൻ കിട്ടിയത് കൊണ്ട് ഓക്കെ ഇനി അപ്ലൈ ചെയ്യണോ പുതിയ ജോലിക്ക് നോക്കണോ എന്നുള്ള ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്താണോ തീരുമാനങ്ങൾ മാറ്റാതെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഉറച്ച തീരുമാനങ്ങളുടെ സമയമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് സിറ്റുവേഷൻ, അതായത് ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ക്ഷീണിതരായിട്ട് തോന്നും, അല്ലെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചു പോകും, ഒത്തിരി സ്ട്രെസ്സ് ഇതൊക്കെ ഫീൽ ചെയ്യാതിരിക്കുക. ഓവറായിട്ട് ഇതെന്തോ ഭയങ്കര അസുഖമാണെന്നോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്നോ അതൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്ന് പറയും. അപ്പോൾ ദൈവികമോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക. ഇമോഷണലി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുക, മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. അതേപോലെ ഫിസിക്കലി ഓൾസോ നിങ്ങൾ റിലീജിയസ് ആണെങ്കിൽ ദൈവികോ കാര്യങ്ങളിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. അതേപോലെ ആത്മീയ കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ എംപറർ എനർജി ആൻഡ് 5 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഡെത്ത് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ എൻഡ് ചെയ്യുന്ന പല സ്ട്രെസ് നെഗറ്റിവിറ്റി മൊത്തം നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു മാസം എടുക്കുന്ന തീരുമാനം ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അത് ജോലിയായാലും വീടായാലും കുടുംബമായാലും കുട്ടികളായാലും ആരോഗ്യമായാലും മാനസികം ശാരീരികം എന്ത് സിറ്റുവേഷൻസ് ആയാലും. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ എംപറർ ആൻഡ് 5 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ഹാപ്പി അല്ലെങ്കിൽ പീസ്, കാംനെസ് അതൊക്കെ അനുഭവിക്കുന്ന ഒരു ട്രാങ്ക്വിലിറ്റി, ഒരു സെറൻഡിപ്പിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത്, അതായത് നേരത്തെ നിങ്ങളുടെ ഒരു സുഹൃത്തായിരുന്ന വ്യക്തിയായിരിക്കാം, കുറച്ച് നാളായിട്ട് നിങ്ങൾ മാറി എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ട്. ആ വ്യക്തി തിരിച്ചു വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, വീണ്ടും നിങ്ങൾ കണ്ടുമുട്ടുന്നു. അപ്പം അങ്ങനെ ഒരു സുഹൃത്ത് വളരെ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സുഹൃത്തായിരിക്കും. അങ്ങനെയുള്ള സുഹൃത്ത് വീണ്ടും ജീവിതത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, അതായത് തുറന്ന് സംസാരിക്കാനുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതിൻ്റെ സന്തോഷവും
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.